ഇതൊക്കെ ഭാർഗവി ആന്റി പറഞ്ഞിട്ടല്ലേ? ആന്റിക്ക് അറിഞ്ഞൂടല്ലോ. ആ, ഗിരീഷേട്ടൻ വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കാം. എന്താ? അതേ, ഞാൻ ഏതാണ്ട് എല്ലാ റോഡുകളും കവർ ചെയ്തു. എവിടെ ഒന്നും ഒരു ഐഡിയ ഇല്ല. പാർട്ടിക്കാരാണെങ്കിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അമ്മ ഇത് എന്ത് പണിയാ ചെയ്തേ? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടൊന്നും അമ്മയ്ക്ക് അറിയണ്ടല്ലോ. ആർക്ക് മുന്നിലും തോൽക്കാത്ത മാഡം ആദ്യമായിട്ട് തോറ്റിരിക്കുക, അതും ദേവികയ്ക്ക് മുന്നിൽ. ആ ഒരു യാഥാർത്ഥ്യം മാഡത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുമല്ല, ജയ ഉറപ്പാക്കിയതുമല്ലേ. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലും ഒക്കെ ആയിരുന്നു. ഇനി മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ള പേടിയിലും നാണക്കേടിലും ഒക്കെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ തീരുമാനിച്ചായിരിക്കും. അമ്മയ്ക്ക് അമ്മയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയാൽ മതിയല്ലോ. ജയിച്ചാലും തോറ്റാലും അമ്മയ്ക്ക് ഒരേ ആറ്റിറ്റ്യൂഡ് തന്നെ, സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പിലാക്കുക. അതെ, ഇനിയിപ്പോൾ കൂടുതൽ ആലോചിക്കണ്ട. നമുക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യാം. അതല്ലാതെ മറ്റു മാർഗമില്ല. പോലീസിൽ അറിയിച്ച പിന്നെ സംഭവത്തിന്റെ ആംഗിൾ ആകെ മാറും. ശരിയാണ്. പിന്നെ രണ്ട് പാർട്ടിയിലെ ആൾക്കാരെ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും FIR ഇടലും കാര്യങ്ങൾ അങ്ങനെ അങ്ങ് നീങ്ങും. പക്ഷെ നമ്മളിനി കൂടുതൽ ആലോചിച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോവാം. വാ. അച്ഛനെ. ഹലോ അച്ഛാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്താ പേടിക്കണ്ട, എന്നെ DVSP വിളിച്ചിരുന്നു. പ്രഭ DVSPയുടെ അടുത്തുണ്ട്. ആണോ അച്ഛാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നീ പേടിക്കണ്ട, ഞാൻ അവിടേക്ക് പൊക്കോണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങോട്ട് വരാം അച്ഛാ. വേണ്ട, ഞാൻ പോയി നോക്കട്ടെ. നീ എവിടെയാ? ആരാ കൂടെ ഉള്ളത്? ഗിരീഷേട്ടനും ഞാനും ഓവർബ്രിഡ്ജിനടുത്താ. എന്നാ നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ, ഞാൻ വിളിച്ചോളാം. ശരി. അച്ഛാ, അമ്മ എന്തിനാ DVSP കാണാൻ പോയെ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അറിയില്ല, ഞാൻ സ്റ്റേഷൻ ചെന്ന് കാര്യങ്ങളൊന്നും അറിയട്ടെ, എന്നിട്ട് വിളിക്കാം. ശരി അച്ഛാ, കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഉടനെ വിളിക്കണേ. ശരി. എന്താ? അമ്മ DVSPയുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞേ. അച്ഛൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? നമുക്ക് അങ്ങോട്ട് പോയാലോ? വേണ്ട, വലിയ വിഷയമൊന്നുമില്ലെന്ന് അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം അല്ലേ? കഴിഞ്ഞ കുറെ നേരമായിട്ട് മുള്ളി ചവിട്ടി പോലെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴൊരു സമാധാനമായത്. എന്നാൽ എന്തിനാവും മാഡം പോലീസിനടുത്ത് പോയത്? അച്ഛൻ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു. നമുക്ക് പോവാം. ഈ വേണ്ടി എടുത്തു. ഗിരി, പ്രഭാവതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? മാഡം പോലീസ് സ്റ്റേഷനില്ല. സിദ്ധാർത്ഥൻ സാറാ വിളിച്ച് പറഞ്ഞത്. സാറ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. പ്രഭാവതി പോലീസ് സ്റ്റേഷനിൽ പോയെന്നോ? അതെന്തിനാ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയില്ല അമ്മേ. ഞാനും നന്ദനും ചെല്ലാന്ന് പറഞ്ഞതാ. സിദ്ധാർത്ഥൻ സാറാ വേണ്ടാന്ന് പറഞ്ഞു. നോക്ക്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പല്ല, യുദ്ധം കഴിഞ്ഞു എന്ന് പറയുന്നതാവും നേര്. ഫലവും വന്നു. നീ വിശ്വസിച്ചിരുന്ന പാർട്ടി തോറ്റു. അതിലെനിക്കും വിഷമമുണ്ട്. എന്തായാലും അതൊക്കെ അങ്ങ് വിട്ടിട്ട് വീട്ടുകാര്യം ശ്രദ്ധിച്ചാൽ മതി. പ്രഭാവതി പോലീസ് സ്റ്റേഷനിൽ പോയതിന്റെ പിറകെ അന്വേഷിക്കാനൊന്നും നടക്കണ്ട. എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളായിരിക്കും. അതൊക്കെ നേതാക്കന്മാർ നോക്കിക്കോളൂ. അതെങ്ങനെ അമ്മ രാഷ്ട്രീയ കാര്യം മാത്രമാവുന്നത്? രജനിയുടെ അമ്മയല്ലേ? അപ്പൊ എന്റെ കുടുംബകാര്യം കൂടെ. നോക്കുമോനെ, തെരഞ്ഞെടുപ്പും പിന്നെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ട് രാഷ്ട്രീയമേ വെറുത്തുപോയി. കുഴപ്പക്കാരായ രാഷ്ട്രീയക്കാരമ്മ വെറുത്തോ? അല്ലാതെ രാഷ്ട്രീയം വെറുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്നത് സത്യം തന്നെയാണോ? അതെ സർ. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത ആ ക്രൈമിൽ മഹാ അപരാധത്തിന്റെ സകല ഉത്തരവാദിത്വവും ഏറ്റെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. AR ഗ്രൂപ്പ് ഉടമ അരുന്ധതിയുടെ മകൻ ഋഷിയെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണ്. വർഷങ്ങളോളം ആ ചെറുപ്പക്കാരൻ ശരീരം തളർന്ന് കിടക്കയിലായിരുന്നു. ഞാനാണ് പ്രതി. സാർ കേസെടുക്കണം. എനിക്ക് അർഹമായ ശിക്ഷ വാങ്ങിത്തരണം. പ്രഭാവതി പറയുന്നത് എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏത് ഭാഗമാണ് വിശ്വസിക്കാൻ പറ്റാത്തത്? അത് പറയൂ, ഞാൻ വ്യക്തമാക്കി തരാം. ഈ അരുന്ധതി പക്ഷേ ഇന്നേ വരെ ഒരു പരാതി തന്നിട്ടില്ല. പരാതി തന്നിട്ടില്ല എന്ന് വെച്ച് ക്രൈം ഇല്ലാതാവുന്നില്ലല്ലോ. അരുന്ധതി പരാതി തരാത്തതിന് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്റെ ലീനയുടെ മരണത്തിന്റെ ദേഷ്യത്തിനാ ഞാൻ അവനെ കൊല്ലാൻ ശ്രമിച്ചത്.
അന്ന് ആ രീതിയിൽ ഒരു അപകടം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മാത്രം മതി സർ. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ രഹസ്യം മറച്ചു വെച്ചിരുന്നത്? മനുഷ്യ മനസ്സുകളല്ലേ സർ, എങ്ങനെ ചിന്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രശസ്ത നക്സലൈറ്റിനെ വെടിവെച്ചു കൊന്ന പോലീസുകാരൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടത്. അതങ്ങനെയാണ് സർ. മനസ്സോരോ രഹസ്യങ്ങൾ എപ്പോഴാണ് തുറന്നുവിടുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നത് അന്ന് ഋഷി എന്ന പയ്യനെ കാറിടിച്ച് കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ചെയ്തതാണെന്നാണോ? അതെ സർ, ആ ഉദ്ദേശത്തോടെ തന്നെയാ. സർ, കേസ് രജിസ്റ്റർ ചെയ്യണം. കോടതി വിധിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. ഇങ്ങനെ കുറ്റം തുറന്നു പറയാൻ വന്നത് സിദ്ധാർത്ഥൻ സാർ അറിഞ്ഞിട്ടുണ്ടോ? ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മറ്റാരുടെയും അഭിപ്രായത്തിന് ഞാൻ ഇനി കാത്തു നിൽക്കുന്നില്ല. ആരൊക്കെ അറിയുന്നു അറിയുന്നില്ല, അതൊന്നും എന്റെ വിഷയമല്ല. മാഡം KDF സ്ഥാനാർത്ഥിയല്ലേ? റിസൾട്ട് വന്ന ദിവസം തന്നെ കുറ്റം തുറന്നു പറയാന്ന് വെച്ചാൽ എന്തടിസ്ഥാനത്തിലാ? പരാജയത്തിന്റെ വിഷമം മറക്കാനാണോ? ഇനിയും പരാജയപ്പെടാതിരിക്കാനാ. കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്നറിയാമല്ലോ. എനിക്കെല്ലാം അറിയാം സർ. പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാർ നടപടിയെടുക്കണം. മുൻ MLA സിദ്ധാർത്ഥന്റെ ഭാര്യ, ഇപ്പൊ MLA ആയി ജയിച്ച ദേവികയുടെ അമ്മായിയമ്മ, ആ പരിഗണനകളൊന്നും വേണ്ട. കേസെടുക്കൂ. ഒരു മിനിറ്റ്. മാഡം, ഇതിലിപ്പോ അന്താളിക്കാൻ എന്തിരിക്കുന്നു? തോറ്റ സ്ഥാനാർത്ഥി നാണക്കേട് കരുതി നാടുവിട്ടു. സ്വാഭാവികം. സർവേകളും ഇന്റലിജൻസും ഒക്കെ പറഞ്ഞത് പ്രഭാവതി ജയിക്കുമെന്നാ. MLA തൊപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാ. റിസൾട്ട് വന്നപ്പോ പൊട്ടി. നാട്ടില് നിൽക്കാൻ പറ്റൂ? മുങ്ങി. അതിനൊന്നും വലിയ ന്യൂസ് ആക്കണ്ട. അടുത്ത തെരഞ്ഞെടുപ്പിലും അവര് നിന്നാ പൊട്ടും. എന്താ നോക്കുന്നേ? ഓ, എനിക്ക് മനസ്സിലായി. എന്നെയല്ലേ സംശയിക്കുന്നേ? ഉടായിപ്പിന്റെ എക്സ്പെർട്ട് അല്ലേ താൻ? സമയവും സന്ദർഭവും മനസ്സിലാക്കി വർത്താനം പറയണം. കേട്ടല്ലോ? അല്ല മാഡം, ഞങ്ങള് വെറുതെ എങ്ങനെ? ഒരു വലിയ സംഭവമാണ് നടന്നേക്കുന്നേ. അതിനിടയിലാണോ LKG പിള്ളേരെ പോലെ വഴക്കൂടുന്നേ? ഞങ്ങൾക്കിടയിൽ വഴക്കൊന്നുമില്ല. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു തമാശ പറഞ്ഞത്. തമാശ പറയാൻ പറ്റിയ സമയമാണല്ലോ ഇത്. ത്യാഗരാജ, പ്രഭാവതി എവിടെയാണെന്ന് 1 മണിക്കൂറിൽ എനിക്കറിയണം. പാർട്ടിയോ പോലീസിനെയോ ആരെയാന്ന് വെച്ചാൽ വിളിച്ചോളൂ. കൃത്യമായിട്ടുള്ള മറുപടി എനിക്ക് അറിഞ്ഞേ പറ്റൂ. അല്ല മാഡം, ഇനി ചിലപ്പോ അത് ഊഹാപോഹങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. പോയി അന്വേഷിച്ച് വിവരം കൊണ്ടുവന്നേ പറ്റൂ. ശരി മാഡം. മാഡം, ഇവൻ അന്വേഷിച്ച് 1 മണിക്കൂറിനുള്ളിൽ വിവരം കൊണ്ടുവരുമോ? എന്നാ CP പറ, പ്രഭാവതി എങ്ങോട്ട് മാറിയതായിരിക്കും? എന്റെ മനസ്സിലൊരു തോന്നലാണ്. പറയേ. അല്ല, ഋഷിമോൻ വീണ്ടും എന്തെങ്കിലും അബദ്ധം കാണിച്ചിരിക്കുവോ? മുൻപ് 2 പ്രാവശ്യം പ്രഭാവതിക്ക് നേരെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ? ഇന്നിപ്പോ റിസൾട്ട് വന്ന ദിവസം സംശയം മറ്റു പലരിലേക്ക് പോകുമെന്ന് ഋഷി ചിന്തിച്ചു കാണും. മാഡം, ഋഷി ഒന്ന് വിളിക്കേ. ഹലോ, അരുന്ധതി മാഡം അല്ലേ? ഞാൻ DYSP അനിരുദ്ധൻ. മനസ്സിലായി. മാഡം സ്റ്റേഷൻ വരെ ഒന്ന് അത്യാവശ്യമായി വരണമല്ലോ. എന്താ സർ കാര്യം? മുൻ MLA സിദ്ധാർത്ഥൻ സാറിന്റെ ഭാര്യ പ്രഭാവതി ഇവിടെയുണ്ട്. ഓക്കെ സർ, ഞാൻ ഉടനെ എത്താം. ശരി. എന്താ മാഡം? ഞാൻ DYSP ഓഫീസ് വരെ ഒന്ന് പോവാ. അല്ല, എന്താ കാര്യം? പ്രധാനപ്പെട്ട ഒരു വിഷയം, വന്നിട്ട് പറയാം.
എന്റെ ദേവിക എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്നു പറ. പ്രഭകുഞ്ഞിനെ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്? ആന്റി പറഞ്ഞില്ലേ, അമ്മ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. അമ്മയായിട്ട് അവിടേക്ക് ചെന്നു എന്നാ പറയുന്നേ. എന്തിന്? വല്ല കൊലപ്പുള്ളിയാണോ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ? അതാന്റി അവിടെ ചെന്ന് പോലീസിനോട് ചോദിക്കേ. കണ്ടോ രജനി മോളെ, ഇവിടുത്തെ മരുമോളായിട്ടല്ല MLA പോലെയാ ദേവിക ഇപ്പൊ സംസാരിക്കുന്നത്. ദേവിക, നീ വലിയ MLA ആയിന്നല്ലേ വിചാരം? ചെല്ല്, പോലീസ് സ്റ്റേഷനിൽ പോയി അമ്മ ഇറക്കിക്കൊണ്ടുവാ. MLAയുടെ അമ്മായിയമ്മ എന്ന് പറയുമ്പോ പോലീസ് അറ്റൻഷനായി ഉത്തരവ് അനുസരിക്കും. ചേച്ചി, എന്തിനും ഏതിനും ഇങ്ങനെ കുത്തി പറയല്ലേ. പോലീസ് സ്റ്റേഷനിലേക്ക് അച്ഛൻ പോയിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ആരും ചെല്ലണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അച്ഛൻ XMLA അല്ലേ? പെൻഷൻ പറ്റിയവരെ ആരാ മതിക്കുന്നേ? നീ അങ്ങനെയല്ലല്ലോ, ന്യൂ ജനറേഷൻ അല്ലേ? ചേച്ചി, ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ ജയിച്ചതിന്റെ ദേഷ്യത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. എന്നാലും ഇതിത്തിരി കൂടുതലാവുന്നുണ്ട്. നിനക്ക് ഈ ദിവസം നല്ല ദിവസമായിരിക്കും. MLA ആയ അന്ന് തന്നെ പ്രഭകുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ മരുമോള് ആഘോഷിക്കേണ്ട ദിവസം തന്നെയാ. അമ്മ ആര് പോലീസ് സ്റ്റേഷനിൽ കയറ്റിന്ന് ആന്റി പറയുന്നേ? നിന്റെ അഭിനയമൊന്നും വേണ്ട. ആരും വിശ്വസിക്കുന്ന ഒരു മുഖഭാവമുണ്ട്. അതുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാം, വോട്ടർമാരെ പറ്റിക്കാം. പക്ഷേ ഞങ്ങളെ പറ്റിക്കാന്ന് കരുതണ്ട. എന്താ ദേവി? ചേച്ചിയും ആന്റി എന്നോട് എന്തൊക്കെയോ പറയുന്നു. സ്റ്റേഷനിൽ പോയി അമ്മ ഇറക്കിക്കൊണ്ട് വരാനൊക്കെ. എന്താ ചേച്ചി പ്രശ്നം? നിന്റെ ഭാര്യ MLA അല്ലേ? എന്റെ അമ്മയെ പോലീസ് പിടിച്ചു വെച്ചേക്കുവാ. ഒരു അപേക്ഷ പറഞ്ഞതാ, പക്ഷേ MLA പരിഗണിക്കുന്നില്ല. പ്രഭാവതി എന്ന സ്ത്രീയെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു തരണമെന്ന് ഒരു സങ്കടം പറഞ്ഞതാ. അതിന് ചേച്ചി എന്തിനിങ്ങനെ പരിഹസിക്കുന്നേ? നിങ്ങൾക്ക് ആദ്യം പറഞ്ഞില്ലേ ഞങ്ങൾ അമ്മയെ എവിടെയോ മാറ്റിയെന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഇപ്പൊ അമ്മ പോലീസ് സ്റ്റേഷനില്ല, അമ്മയോടൊപ്പം അച്ഛനും ഉണ്ട്. ദേവി ഒന്ന് വെറുതെ വിട്ടേക്ക്. ദേവി വാ. എന്നാലും പ്രഭകുഞ്ഞ് എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോയത്? നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ രജനി മോളെ? വേണ്ട ആന്റി, അമ്മ ഇപ്പൊ വരുമായിരിക്കും. അല്ലെങ്കിൽ നന്ദൻ ഇങ്ങനെ കൂളായിട്ട് നടക്കില്ലല്ലോ. അത് നേരാ, വരുന്നവരെ കാക്കാം. ഇപ്പൊ തന്നെ അയാൾ റിപ്പോർട്ട് ചെയ്യണം. സർ. ആ, ഹലോ സർ. എന്താ സർ? എന്റെ ഭാര്യ എവിടെ? അകത്തുണ്ട്. എന്താ കാര്യം? സാർ വരൂ, പറയാം. താനിതുവരെ എവിടെയായിരുന്നു? ഞാനും പാർട്ടിക്കാരും തന്നെ അന്വേഷിച്ച് നടക്കുക. സാർ ഇരിക്കണം, ഞാൻ പറയാം. സാർ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാന്ന് കരുതി കാത്തിരിക്കുമായിരുന്നു. എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല സിദ്ധു. എനിക്ക് മനസ്സമാധാനം വേണം. അതുകൊണ്ട് പണ്ട് ഞാൻ ചെയ്ത ക്രൈം പോലീസിനെ അറിയിച്ചു. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ ആവശ്യപ്പെട്ടിരിക്കുക. ഏത് ക്രൈമിന്റെ കാര്യം താനീ പറയുന്നത്? അരുന്ധതിയുടെ മകൻ ഋഷിയുടെ ആക്സിഡന്റ്. അപ്പോ സാറിനും അറിയായിരുന്നോ ഈ പറയുന്ന ക്രൈമിനെ പറ്റി? അത് അങ്ങനെ വ്യക്തതയില്ലാത്ത കാര്യങ്ങളാ. ഈ അടുത്ത കാലത്താണ് ഞാനും അറിയുന്നത്. ഇതൊക്കെ സത്യമാണോ കള്ളാണോ ഒന്നും അറിയില്ല.
ചെയ്ത ആളാ പറയുന്ന സത്യമാണെന്ന്. ചുമ്മാ ചെന്ന് ജയിലിൽ കിടക്കാൻ മാത്രം എനിക്കെന്താ ഭ്രാന്തോ? സാറിന്റെ ഭാര്യ ആയതുകൊണ്ടാ സാറിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എഫ്ഐആർ ഇട്ട് കേസ് ചാർജ് ചെയ്താൽ പിന്നെ എല്ലാം കൈവിട്ടു പോകും. കുറ്റം ചെയ്ത ആൾ വന്ന് പറഞ്ഞിട്ടും കേസെടുത്തില്ലെങ്കിൽ അതെനിക്കും പ്രശ്നമാകും. ഈ പറഞ്ഞ അരുന്ധതിയോട് സംസാരിച്ചു. അവരിപ്പോ വരും. സർ, ഞാൻ പ്രഭയാണ്ടൊന്ന് സംസാരിക്കട്ടെ. സംസാരിച്ചോളൂ. പ്രഭ, എന്തുദ്ദേശത്തോടെ തൻ്റെ ഈ നടപടി എന്നറിയില്ല. പക്ഷെ ഈ ചെയ്യുന്നത് ശരിയായ ഒന്നല്ല. തെറ്റ് ഏറ്റു പറയുന്നതൊക്കെ നല്ലത് തന്നെ. അത് പക്ഷേ ഈ രീതിയിലാവണമെന്നില്ല. നാടിന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പൊ ദേവികയുടെ വിജയത്തിലാ. അതിന്റെ തിളക്കം കുറയ്ക്കും തന്റെ ഈ നീക്കം. ആർക്കെങ്കിലും തിളക്കം കൂട്ടാനോ കുറയ്ക്കാനോ ആയിട്ടൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത്. ഈ ഒരു രഹസ്യം ഇനിയും ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ എന്ന് ഉറപ്പിച്ചിട്ടാ ഞാനിപ്പോ പോലീസിന്റെ മുൻപിൽ വന്നത്. ഇനി ഉപദ്രവിച്ചും ഭീഷണിപ്പെടുത്തിയൊന്നും എന്റെ മനസ്സ് മാറ്റാന്ന് വിചാരിക്കണ്ട. പിന്നെ ദേവികയുടെ വിജയത്തിന്റെ തിളക്കത്തെക്കുറിച്ച് പറഞ്ഞു. ദേവികയും നിങ്ങളും ഒക്കെ കൂടുതൽ തിളങ്ങട്ടെ. ഞാനൊന്ന് മങ്ങിത്തരാം. താനെന്താ ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയുന്നത്? സിദ്ധു, ഞാൻ കാര്യം പറയാം. ഞാനൊരു തെറ്റ് ചെയ്തു. പക്ഷെ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല, നമ്മുടെ കുടുംബം മുഴുവനുമാ. ആ അരുന്ധതി നമ്മളെ ഓരോരുത്തരെയും ലക്ഷ്യമിടുക. ഞാൻ ചെയ്ത കുറ്റത്തിന് ഞാൻ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി. അതുകൊണ്ടാണോ താൻ ഈ തീരുമാനം എടുത്തത്? അങ്ങനെ താൻ പേടിക്കണ്ട. ഞാൻ അരുന്ധതിയോട് സംസാരിക്കാം. അവർക്ക് സംഭവിച്ച നഷ്ടത്തിനും വിഷമത്തിനും ഒക്കെ എന്ത് പ്രായശ്ചിത്തമാണെങ്കിലും ചെയ്യാം. ആ പ്രായശ്ചിത്തമാണ് സിദ്ധു ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. സ്വയം ബലി കൊടുക്കുന്നു. അപ്പൊ പിന്നെ മറ്റുള്ളവരെ പേടിക്കണ്ട. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി താൻ ബലിയാടാവണ്ട. തന്റെ പേരിൽ അരുന്ധതിക്ക് പരാതി ഉണ്ടെങ്കിൽ അവര് വന്ന് പരാതി എഴുതി കൊടുക്കട്ടെ. കാര്യങ്ങളപ്പം നോക്കാം. അരുന്ധതിയെ വിളിച്ചിട്ടുണ്ടെന്നാ ഡിവൈഎസ്പി പറഞ്ഞത്. അരുന്ധതിയോട് ഞാൻ സംസാരിക്കാം. കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കാം. സിദ്ധു അരുന്ധതിയോട് ഒത്തുതീർപ്പിന് പോവുകയോ എന്തെങ്കിലും അപേക്ഷിക്കുകയോ ചെയ്താ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. പ്രഭ, താനിവിടെ ഉണ്ടെന്നറിഞ്ഞ് അരുന്ധതി കേസ് കൊടുക്കാനായിരിക്കും വരിക. പെട്ടെന്ന് തീരുമാനം എടുക്കണം. ഞാൻ അവരോട് സംസാരിക്കാം. ഇല്ല, ഞാൻ പറഞ്ഞതൊന്നും മാറ്റില്ല. എന്താ സർ, എന്താ കാര്യം? നിങ്ങളുടെ മകനെ അപായപ്പെടുത്തിയെന്ന് പറഞ്ഞ് പ്രഭാവതി ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് അവരൊന്ന് കാണണം. വരൂ. അരുന്ധതി കേസ് കൊടുക്കട്ടെ. അപ്പൊ എന്റെ ജോലി കുറഞ്ഞു കിട്ടും. എന്താ സർ? ആർക്കാ സർ കുറ്റസമ്മതം നടത്തേണ്ടത്? ഞാൻ കാര്യങ്ങളൊക്കെ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. സർ, ഒരു വൈറ്റ് പേപ്പറും പെന്നും തരാമോ? ഷുവർ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ.